ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിനു നേരെയുണ്ടായ പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് സെക്രട്ടറി നിയാസ് അബു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിനു നേരെയുണ്ടായ പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ചും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടും ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി പുളിയൻമലയിൽ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് സെക്രട്ടറി നിയാസ് അബു ഉദ്ഘാടനം ചെയ്തു. ഇടപെടൽ ഉണ്ടാകുന്നു. ഇതിനെതിരെയാണ് ഇന്ത്യയിൽ വലിയ തോതിൽ സമരം ഉണ്ടാകുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ജന്തർ മന്ദറിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു വരുന്നു, CJP എന്ന് പറയുന്നത്. അതിനപ്പുറം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരടക്കം, കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരടക്കം, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരടക്കം, വിദ്യാർത്ഥികളടക്കം, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആളുകളടക്കം അവിടെ സമരത്തിന് എത്തിച്ചേരുന്നു. ചെറിയ തോതിൽ സമരം സംഘടിപ്പിക്കുന്നു. സമരം സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊന്ന് മനസ്സിലാക്കുന്ന, നമ്മളൊക്കെ TV ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? പോലീസിന്റെ വേഷത്തിൽ വരുന്ന ആളുകൾ, പല ആളുകൾക്കും നെയിം ബോർഡ് പോലും ഇല്ലാത്ത പോലീസുകാർ, സംഘപരിവാറിന്റെ ആളുകൾ, അതേപോലെ തന്നെ യൂണിഫോം ഇടാത്ത സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന, RSS നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ, ഇത്തരം ആളുകൾ ലാത്തിയിൽ ആണിയടിച്ച് പെൺകുട്ടികളെ അടക്കം നിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുന്ന നിലപാടാണ് അവിടുത്തെ പോലീസ് എടുക്കുന്നത്. നമുക്ക് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയും. ഒരു സമരത്തെ ഇത്തരത്തിൽ അടിച്ചമർത്തുക? നമ്മളെല്ലാം സമരം നടത്തുന്ന ആളുകളിലെ ഇത്തരത്തിൽ സമരത്തെ അടിച്ചമർത്തുന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഈ സംഘപരിവാർ ഭരിക്കുന്ന, ഈ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ സർക്കാർ ചെയ്യുന്നത്. അവരാവശ്യപ്പെടുന്ന, മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താണ്? ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇതിൽ വൻ അഴിമതിയുണ്ട്. ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനാണ്. അയാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരം സമരം സംഘടിപ്പിക്കുന്നത്. ആ സമരത്തിനെതിരെ മാന്യമായ നിലപാട് സ്വീകരിക്കാതെ ഇത്തരത്തിൽ അടിച്ചമർത്താൻ തയ്യാറായപ്പോൾ ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നു. ജന്തർമന്ദിറിലേക്ക് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇ ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് M ശിവകുമാർ, CPIM ലോക്കൽ സെക്രട്ടറി KA മണി, ജോസ് പ്രസാദ്, സെന്തിൽകുമാർ എന്നിവർ സംസാരിച്ചു. ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.